നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത് നിനക്കാ. നീയാണ് ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദിയെന്നും അത് മറയ്ക്കാൻ ദീപകിനെ കുറ്റക്കാരനാക്കുവാണെന്ന് ഞാൻ പറഞ്ഞ മതി, നിർത്ത്. ഈ വീട്ടിൽ ഇന്നേ വരെ പല വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീക്ക് മാനഹാനി സംഭവിക്കുന്ന രീതിയിൽ ആരും തന്നെ പ്രവർത്തിച്ചിട്ടില്ല. അതിപ്പോ എന്നെ പിരിഞ്ഞുപോയ എന്റെ ഭാര്യയോട് പോലും. പക്ഷേ ഇന്ന് അത്തരം ഒരു കാര്യം ഈ വീട്ടിൽ സംഭവിച്ചിരിക്കുക. അതിന്റെ യാഥാർത്ഥ്യം അറിയാനാ ഞാൻ വിളിച്ചത്. യാമിനി, ദിവ്യ വിളിക്ക്. ദിവ്യ, ദിവ്യേ, നീ ഗർഭിണിയാണോ? ചോദിച്ചത് കേട്ടില്ലേ? നീ ഗർഭിണിയാണോന്ന്. അപ്പൊ ഞാൻ അറിഞ്ഞത് ശരിയാ. കല്യാണം പോലും കഴിക്കാത്ത നമ്മുടെ വീട്ടിലെ വേലക്കാരി ഗർഭം ധരിച്ചിരിക്കുന്നു. നാളെ ഇത് ലോകം അറിഞ്ഞ എന്തെല്ലാം കഥകൾ ഈ മീഡിയ വഴി പുറത്തു വരുന്നു. ഇതിന് ഉത്തരവാദികൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വീടിന്റെ മാനം, എന്റെ അഭിമാനം, എന്റെ പദവി എല്ലാം തകർക്കാൻ 100 എതിരാളികളെ പുറത്ത് കാത്തിരിക്കുന്നേ. എനിക്കിന്ന് സത്യം അറിയണം. രാജുവിന് കിട്ടിയ വിവരം അനുസരിച്ച് ദിവ്യയുമായി ഹോസ്പിറ്റലിൽ പോയത് ദീപക്കാണെന്ന് സംശയിക്കുന്നു. ദീപക്കോ? രാജു, നീ അനാവശ്യം പറയരുതേ. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് കുടുംബത്തിലുള്ളവരെ തമ്മിത്തല്ലിക്കരുത്. പറയടി, ആരാടി ഇതിന് ഉത്തരവാദി? സത്യം പറയടി, ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. പറയടി. അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മേഡം. പേടിച്ചിട്ട് ഇവള് പറയില്ല അയാൾ ആരാണെന്ന്. പരിശോധനയ്ക്ക് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാ ഞാൻ ഇവളെ കണ്ടത്. അന്ന് ഇവളോടൊപ്പം ദീപക്കും ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോഴാ ദിവ്യയുടെ പ്രഗ്നൻസിയെ പറ്റി ഞാൻ അറിഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിക്കാം. അവര് വരട്ടെ. അവര് ദീപകിനെ തിരിച്ചറിയുമെന്ന് നമുക്ക് നോക്കാലോ. രാജു, ആ ഡോക്ടറോട് വരാൻ പറയൂ. കള്ളം, പച്ച കള്ളമായും പറയുന്നത്. എന്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എന്റെ മകന് യാതൊരു കാരണവുമില്ലാതെ ദ്രോഹിച്ചോണ്ടിരിക്കുക ഇവൻ. അവനെ ഒരു കുറ്റവാളിയാക്കി അവന്റെ അമ്മാവനിൽ നിന്ന് അകറ്റണം ഇവന്. പ്രതാപ, നീ ഇത് വിശ്വസിക്കരുത്. ഇപ്പോ ദീപക്കും ഋതികയുമായുള്ള കല്യാണം ആയപ്പോ അത് മുടക്കാനായി ഇവൻ കണ്ടുപിടിച്ച പുതിയ വഴിയായിരിക്കും ഇത്. നമ്മുടെ കുടുംബത്തിന്റെ മാനം കളയാൻ നോക്കുന്നത് ഇപ്പൊ ഇവനാ. മേഡം, ഞാൻ വെറുതെ പറയുന്നതല്ല. വ്യക്തമായി അന്വേഷിച്ച് തെളിവുകളോടെ തന്നെയാ ഞാനിത് പറയുന്നത്. എങ്കി ഇവള് പറയട്ടെ. ഇവക്കാണല്ലോ സത്യം അറിയാവുന്നത്. ഇവൾക്ക് മാത്രമല്ല, ഇവളെ പരിശോധിച്ച ഡോക്ടർക്കും അറിയാം ആരാണ് കൂടെ വന്നതെന്ന്. ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നും. ഈ ദിവ്യ ഇവിടെ കൊണ്ടുവന്നത് രാജുവാ. ഇവളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത് നിനക്കാ. നീയാണ് ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദിയെന്നും അത് മറയ്ക്കാൻ ദീപകിനെ കുറ്റക്കാരനാക്കുവാണെന്ന് ഞാൻ പറഞ്ഞ മതി, നിർത്ത്. അംബികേശി, ദീപകിനോട് വേഗം വരാൻ പറയും. ചെല്ല്. രാജു, ആ ഡോക്ടറോട് വേഗം വരാൻ പറയും. ഹലോ, ഞാൻ രാജുവാണ്. അറിയാലോ, മിനിസ്റ്ററുടെ PA. ദീപകെ, ആ
അതേത് ഡോക്ടറാണെങ്കിലും വേണ്ടതുപോലെ ഡീല് ചെയ്യും. ഹലോ, ഡോക്ടർ സുമതി. ഹലോ ഡോക്ടർ, ഞാൻ മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ വീട്ടിൽ നിന്ന് വിളിക്കാം. ഇപ്പൊ രാജു വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ്. ഡോക്ടർ, ഞാനന്ന് ദിവ്യയുടെ കൂടെ വന്ന ദീപക്കാണ്, മിനിസ്റ്ററിന്റെ നെബ്യൂ. ഓ, ഞാനാണ് ആ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ വന്നതെന്ന് ഡോക്ടറോട് ഒന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം തകരും. എങ്ങനെയെങ്കിലും ഡോക്ടറിനെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കണമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഒറ്റ കാര്യം, ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഞാനല്ലെന്ന് പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞാൽ ഡോക്ടർ ഒരു കുഴപ്പവും വരില്ല, എന്റെ എല്ലാ കുഴപ്പവും തീരുകയും ചെയ്യും. അങ്ങനെ പറയുന്നോണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. പക്ഷെ എനിക്കെന്താണ് പ്രയോജനം? എന്താണ് എനിക്കുള്ള ഗുണം? എന്ത് വേണോ ചെയ്യാൻ ഡോക്ടർ. ഡോക്ടർ അങ്ങനെ പറഞ്ഞാൽ ഡോക്ടർക്ക് ഞാൻ 1 ലക്ഷം രൂപ തരും. 1 ലക്ഷം? ശരി, ഞാനത് പറയാം. രൂപ ക്യാഷായിട്ട് തരണം. തരാം. ഓക്കെ. നമസ്കാരം സർ. സർ, ഡോക്ടർ വന്നു. വരൂ, ഇരിക്കൂ. ഡോക്ടർ, ഈ കുട്ടി കഴിഞ്ഞ ദിവസം അവിടെ ഹോസ്പിറ്റലിൽ വന്ന് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയിരുന്നു. ഡോക്ടർ ഓർക്കുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവള് ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ? ഇല്ല, കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനെ ഡോക്ടർ ഇപ്പൊ കണ്ട് തിരിച്ചറിയോ? ഓഫ് കോഴ്സ്, തീർച്ചയായും. ഡോക്ടർ നോക്ക് ഡോക്ടർ, ദാ ഇയാളല്ലേ അന്ന് ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്? ഇല്ല, ഇയാളല്ല. ഡോക്ടർ, ഏതാണ്ട് ഇയാളുടെ പ്രായമൊക്കെയാണ്, പക്ഷെ ആളിതല്ല. അല്ല ഡോക്ടർ, ശരി ഡോക്ടർ, വളരെ നന്ദി. ഓക്കെ, ശരി. രാജു, നീ ഇതെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? നിരപരാധിയായ ഒരുത്തന്റെ തലയിൽ മറ്റാരോ ഉണ്ടാക്കിയ ഗർഭം കെട്ടിവെക്കാനാണോ നിന്റെ ശ്രമം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.